ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം +2 ബോർഡ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിനേഷൻ ഉയർന്ന മാർക്കുകൾ നമ്മൾ സ്കോർ ചെയ്യുകയും വേണം. പക്ഷേ അതിനേക്കാട്ടിലുപരി നമ്മുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും എൻട്രൻസ് പരീക്ഷകളിലൂടെയാണ്. അത് സയൻസ് പഠിക്കുന്നവരോ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരോ കൊമേഴ്സ് പഠിക്കുന്നവരോ ആരുമാവട്ടെ, ആ +2 പഠിക്കുന്ന 17ാമത്തെ വയസ്സിൽ ഇവർക്ക് എഴുതാനായിട്ട് ധാരാളം എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഇപ്പം നമ്മെ കേൾക്കുന്ന പേരൻസിനോടും വിദ്യാർത്ഥികളോടും ഉള്ള ഒരു റിക്വസ്റ്റ് എന്ന് വേണേൽ എടുത്തോളൂ. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത് +2 ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്കിനേക്കാട്ടിലുപരി എൻട്രൻസ് പരീക്ഷകളിലാണ്. അതുകൊണ്ട് തന്നെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതേണ്ട, കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും സയൻസുകാർക്കും എഴുതേണ്ട നാഷണൽ ലെവലിലുള്ള മേജർ എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും അത് കാണണം, വിശദമായിട്ട് മനസ്സിലാക്കണം. +2 പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ എൻട്രൻസ് പരീക്ഷകൾ ടാർഗറ്റ് ചെയ്ത് പഠിച്ചു പോവുക. അവിടെ നമ്മുടെ മനസ്സിലൊരു സംശയം വരും, +2 പഠിക്കുമ്പോഴത്തേക്ക് അതിനോടൊപ്പം ഈ എൻട്രൻസും ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ഡിഫിക്കൽട്ടി അല്ലേ എന്ന്. ഒരിക്കലുമല്ല. എങ്ങനെ എൻട്രൻസ് പരീക്ഷ +2 പരീക്ഷയോടൊപ്പം ഈസി ആക്കാം, അതും ആ വീഡിയോയിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. പ്ലാൻ ചെയ്യുന്നവരാണ് നല്ല വിജയം നേടുന്നത്. അല്ലാത്തവർ കഷ്ടപ്പെട്ട് പഠിക്കും, ജീവിതം മുഴുവൻ കഷ്ടപ്പാടായി മാറുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.